പക്ഷേ കയ്യിൽ ടോർച്ചില്ലാതെ അരുൺ, അതായത് ചെന്താമരയ്ക്ക് ഈ നാട് അറിയാം. ഇതിന് മുമ്പെല്ലാം ചെന്താമര ഇത്തരത്തിൽ ഉൾവനത്തിലൂടെ എല്ലാം സഞ്ചരിച്ചിരുന്ന വ്യക്തിയാണെന്നാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. അല്ലേ, ചെന്താമരയ്ക്ക് ഈ നാട് കൃത്യമായിട്ട് തന്നെ അറിയുന്ന നാട് ഫുള്ളായിട്ട് അറിയാം. കാരണം ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ആൾക്കാരായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അറിയാം. ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ് ആൾ. അതുകൊണ്ട് ആൾ ഈ ഭാഗത്തുള്ള എല്ലാ സ്ഥലങ്ങളും ആൾക്ക് നല്ല പരിചയം. ചെന്താമര കണ്ടിട്ടുണ്ട് ഇതിന് മുമ്പ്? ഞങ്ങൾക്ക് അറിയുന്നവർ തന്നെയാണ്. ഞങ്ങൾ അറിയുന്ന ആൾ തന്നെയാണ്. ചെന്താമര അറിയുന്ന ആൾ തന്നെയാണ്. ഇതിന് മുമ്പൊക്കെ ഈ വനമേഖലയിലൂടെ നടക്കാൻ ഇങ്ങോട്ട് പോകാൻ സാധ്യതയില്ല സാറേ. ഇന്നിപ്പോ ഇങ്ങോട്ട് പോകാൻ സാധ്യത ഇല്ല. കാരണം ഇതിനകത്ത് തന്നെ കാണും മിക്കവാറും. ഇത് മാട്ടായി കോളനി ഭാഗത്ത് ഇത് പുള്ളിക്ക് അറിയാവുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെ കൂടുതലും പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് ഇവിടെ ഒളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് ഈ ഏതൊക്കെ മേഖലയിൽ അങ്ങനെ ഈ നമ്മുടെ ഈ മാട്ടായുടെ ഈ താഴ്ഭാഗം ഇങ്ങോട്ടുള്ള താഴ്ഭാഗം എന്ന് പറയുമ്പോൾ അവിടെ എങ്ങനെ പേരുകൾ എങ്ങനെയാണ്? ഇത് നമ്മുടെ ഇപ്പോൾ ചാട്ടിയോട്, ഈ നെല്ലിക്കാട്, ഈ ഭാഗങ്ങളിലായിട്ട് കരിമ്പാറ പോകുന്ന മേഖലയാണ്. അതെ, കരിമ്പാറ എന്ന് പറഞ്ഞാൽ ഇതിന് അങ്ങോട്ട് പോകണം. ഈ റോഡ് കഴിഞ്ഞ് അങ്ങോട്ട് പോകണം. ഇത് നേരെ പോവാം. ഇതിന് താഴ്ത്തോട്ടായിട്ട്. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കയറി കഴിഞ്ഞാൽ ഫോറസ്റ്റായി. നെല്ലിക്കാട് മേഖലയിലേക്ക് റബ്ബർ തോട്ടങ്ങളാണ് കൂടുതലല്ലേ? തെങ്ങും കൃഷികളും ഒക്കെ, നെൽകൃഷി കൃഷിയിടങ്ങളാണ്. ഒളിഞ്ഞിരിക്കാൻ സാധ്യത ഉണ്ട്. ഒറ്റ വീടുകളായിട്ടുള്ള സ്ഥലങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. അപ്പം അങ്ങനെയുള്ള മേഖലയാണ്. നാട്ടുകാർ നൽകുന്ന വിവരം. ഈ നെല്ലിക്കാട് മേഖലയിലേക്ക് പോയാൽ അവിടെ കൃഷിയിടങ്ങളാണ്. അവിടെ ഈ തെങ്ങും തോട്ടം, അതുപോലെ തന്നെ നെൽകൃഷിയും എല്ലാമാണ്. അവിടെ വേണമെങ്കിൽ എത്ര നേരം വേണമെങ്കിലും ഒളിഞ്ഞിരിക്കാം. കാരണം ഏക്കർ കണക്കിന് കൃഷിയിടമാണ്. ഏതെങ്കിലും മരത്തിന് മുകളിൽ അല്ലെങ്കിൽ ഘടകങ്ങളെങ്കിലും ഒന്ന് പ്രായം 58 വയസ്സ്. അയാൾ അങ്ങനെ വലിയ നിത്യാഭ്യാസിയോ ഓട്ടക്കാരനോ ഒന്നുമല്ല. രണ്ടാമത്തത്, ഇയാൾ 34 മണിക്കൂറായി ഭക്ഷണം കഴിച്ചിട്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അദ്ദേഹം അവശനാവാനുള്ള സാധ്യത. 3, കയ്യിൽ ടോർച്ചടക്കമുള്ള ഒരു ഉപകരണവുമില്ല. 4, അയാൾക്ക് മറ്റ് ഷൂസോ മറ്റ് സംവിധാനങ്ങളോ ഒന്നുമില്ല. അയാൾക്ക് സാധാരണ ചെരുപ്പിട്ടാണ് ഇത്രയും ദൂരം പോകേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധിക ദൂരം ഈ ഇരുട്ടത്ത് പ്രതികൂലമായ ഈ സാഹചര്യങ്ങളിൽ അയാൾ പോകുമോ എന്നൊരു ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആദ്യം കണ്ടയാൾ ചെന്താമര അല്ലെങ്കിൽ കണ്ടയാൾ ആരാണ് എന്ന ചോദ്യത്തിനും ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല. ഇതേപോലെ പോലീസിനെ പരീക്ഷിച്ചൊരു കൊടും കുറ്റവാളി അടുത്ത കാലത്തുണ്ടായിട്ടില്ല. 58 വയസ്സുള്ള ചെന്താമര പോലീസിനെ കബളിപ്പിച്ച് 35 മണിക്കൂറായി ഒരു പ്രദേശത്ത് ഒളിച്ചിരിക്കുന്നു. ആ നാട്ടുകാർ മുഴുവൻ സംഘടിച്ചെത്തുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് അങ്ങനെയൊരു കൊടും ക്രിമിനൽ ഈ രാത്രി വിളിപ്പിക്കരുത്, പോലീസിന്റെ കയ്യിൽ പിടിച്ചു കൊടുക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത്, ഇപ്പോൾ ഈ അവസ്ഥയിൽ നാട്ടുകാരുടെ കയ്യിൽ കിട്ടിയാൽ പോലീസിന് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് ഇയാളെ രക്ഷിച്ചു കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായും നിയമത്തിന്റെ മുന്നിൽ തന്നെ അയാളെ ഹാജരാക്കണം. അയാളെ ജീവനോട് തന്നെ പോലീസിന്റെ കയ്യിൽ കൊടുക്കണം. പോലീസ് ആണ് നിയമത്തിന് മുന്നിൽ, കോടതിക്ക് മുന്നിൽ ഹാജരാക്കേണ്ടത്. ഇപ്പോൾ അല്പസമയം മുമ്പ് നമ്മൾ കണ്ട ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് കാണാം. ഈ പരിസരത്ത് പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ ഒരു കോമ്പിംഗ് ആണ്. കഴിഞ്ഞ 1 മണിക്കൂർ മുൻപ്, 1.25 മണിക്കൂർ മുമ്പാണ് മാട്ടായി പ്രദേശത്ത് വെച്ച് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ ഈ ചെന്താമര എന്ന 58 വയസ്സുകാരനെ കാണുന്നത്. കുട്ടികളെ കണ്ടയുടനെ ഓടി മാറുകയായിരുന്നു ഇരുട്ടിലേക്ക്. കുട്ടികളും ഒപ്പം നാട്ടുകാരും സംഘടിച്ചെത്തി പോലീസുകാരുടെ സഹായത്തോടു കൂടി തെരച്ചിൽ നടത്തിയെങ്കിലും ഇതുവരെയും ചെന്താമരയെ കണ്ടെത്താനായിട്ടില്ല. പോലീസ് അക്ഷരാർത്ഥത്തിൽ ഇരുട്ടിൽ തപ്പുകയാണ് 35 മണിക്കൂറുകൾ പിന്നിടുമ്പോഴും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇക്ബാൽ.